നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചനയോ? വിശ്വാസം വരുന്നില്ല അല്ലേ? അവധിഘട്ടത്തിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അർച്ചനടുത്ത് കേട്ടു. അപ്പൊ തന്നെ പാവം ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ എന്നെ നോക്കാനുള്ള ഫുൾ ചുമതല ഏറ്റെടുത്തിരിക്കുക. സ്നേഹേ, വെള്ളം നന്നായിട്ട് കുടിക്കണം. നീ ആരെയാ ഫോണിൽ വിളിക്കുന്നേ? ഏട്ടത്തിയത് ധനുഷ. അർച്ചന മാഡം, അവളെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊന്നും ഓർത്ത് ധനുഷ് വിഷമിക്കണ്ട. എന്തോ ബിസിനസ് ആവശ്യത്തിന് പോയിന്നല്ലേ പറഞ്ഞത്. ധനുഷ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. സ്നേഹയുടെ കാര്യം നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ധനുഷിനിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. അത്രയ്ക്കായിരുന്നല്ലോ നമ്മൾ തമ്മിലുള്ള ശത്രുത. എന്ത് ശത്രുത? എനിക്ക് നിന്നോട് അങ്ങനൊരു ശത്രുതയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതെന്റെ കടമയായിരുന്നു. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തു. അത് നിന്റെ ഇഷ്ടം. അതിന് വൈരാഗ്യം വെക്കേണ്ട ഒരു കാര്യമില്ല. നിനക്ക് ഇതുപോലൊരു അസുഖം വന്നിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നിന്നെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? എന്നാലും ചിക്കൻ ബോക്സ് എന്നൊക്കെ പറയുമ്പോ ഏട്ടത്തിക്ക് പേടിയില്ലേ? എന്ത് പേടിക്കാൻ? നമുക്ക് വരാനുള്ള അസുഖം എപ്പോഴായാലും വരും. കുറച്ചു കഴിയുമ്പോ ഡോക്ടർ വരും, കഴിക്കാനുള്ള മരുന്ന് തരും. അത് കൃത്യമായിട്ട് കഴിക്കണം. അല്ലാതെ ഇതിനൊന്നും ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ചികിത്സയൊക്കെ ഞാൻ ചെയ്തോളാം. അതിന് അർച്ചനടുത്തേക്ക് ചിക്കൻ ബോക്സ് ഉള്ളവരെ ചികിത്സിക്കാൻ അറിയോ? ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ കാണുന്നതല്ലേ. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. പിന്നെ ഈ ബെഡ് നിറയെ വേപ്പില പറിച്ചു നിരത്തി അതിൽ വേണം കിടക്കാൻ. അതുപോലെ തന്നെ വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം വേണം കുടിക്കാൻ. പിന്നെ നിന്റെ ഈ മുഖത്തെ പാടുകളിലൊക്കെ രക്തചന്ദനം അരച്ചു തേക്കണം. ഒരാഴ്ചത്തേക്ക് ഉപ്പില്ലാത്ത കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റൂ. ഉപ്പില്ലാത്ത കഞ്ഞിയോ? അയ്യോ, അതെങ്ങനെ കുടിക്കും? കുടിക്കണം. ഉപ്പ് ചേർത്ത ഒരാഹാരവും നിനക്ക് കഴിക്കാൻ പറ്റില്ല. ഇന്ന് മുതൽ നിന്റെ അസുഖം മാറുന്നവരെ ഞാൻ പറയുന്നതൊക്കെ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഏട്ടത്തി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഇത്രയൊക്കെ ദ്രോഹം ഞാൻ അർച്ചനേട്ടത്തിയോട് കാണിച്ചിട്ടും എനിക്കൊരാവശ്യം വന്നപ്പോ ഏട്ടത്തി വന്നല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോയേനെ. ദേ, നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഞാൻ പോയി നിനക്ക് കുടിക്കാനുള്ള കഞ്ഞി എടുത്തോണ്ട് വരാം. ഉപ്പില്ലാത്ത കഞ്ഞി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.